ഫ്രണ്ട്സ്, സ്റ്റഡി ടിപ്പ് സെൽഫ് സ്റ്റഡിയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് ബാക്കി ബയോളജിയിലോട്ട് പോകാം. ബയോളജി ക്ലാസ് ഒന്നാമത്തെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന പാഠത്തിലെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് എന്താണ് സ്റ്റിമുലെ, എന്താണ് റിസപ്റ്റർ എന്നൊക്കെയുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അപ്പോൾ സ്റ്റിമുലെ എന്തായിരുന്നു? ഉദ്ദീപനം അല്ലേ. എന്തായിരുന്നു? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുലെ. അതായത് ഒരു ഓർഗാനിസത്തിൽ ഏതൊരു ജീവജാലത്തിലായാലും, അതിപ്പം മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ആരിലായാലും ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ഏത് സെൻസാണോ അതിനെ നമ്മൾ എന്തോ പറയുന്നത്, അതിനെ നമ്മൾ സ്റ്റിമുലേ എന്ന് പറയുന്നത്. സെൻസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഇപ്പം കണ്ണിൽ കാണുന്നത്, കേൾക്കുന്നത്, ഏതായാലും നമ്മൾ മണക്കുന്നത്, അതേ കണക്ക് തന്നെ നമ്മൾ ടേസ്റ്റ്, രുചി അറിയുന്നത്. അപ്പോൾ ഏതൊരു ഫീൽ ചെയ്യുന്നത്, നമ്മൾ സ്കിന്നിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ചൂടാവട്ടെ തണുപ്പാവട്ടെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഏതൊരു സ്റ്റിമുലി ആയാലും അതിന് നമ്മൾ റെസ്പോൺസ് റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന ആ ഒരു സെൻസിനെ നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്റ്റിമുലേ എന്ന് പറയുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു രണ്ട് തരത്തിൽ സ്റ്റിമുലി ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? എക്സ്റ്റേണൽ സ്റ്റിമുലി, ഇന്റേണൽ സ്റ്റിമുലി എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറയുമ്പോൾ ടേസ്റ്റ്, ടച്ച്, ഹീറ്റ് ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സ്റ്റിമുലിയാണ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഹങ്കറും തേഴ്സ്റ്റും, വിശപ്പും ദാഹവും ഒക്കെ അല്ലേ. നമുക്ക് വിശക്കുന്നു, വയറ് വിശക്കുന്നു എന്നുള്ളത് ആ ഒരു സ്റ്റിമുലി, നമുക്കൊരു റെസ്പോൺസ് നമുക്ക് വരുന്ന ഒരു സ്റ്റിമുലി അല്ലേ, അത് ഇന്റേണൽ സ്റ്റിമുലി. അതൊരു സ്ട്രോങ് സ്റ്റിമുലിയാണ് ഇന്റേണൽ സ്റ്റിമുലി എന്ന് പറയുന്നത്, ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ. ഇനി നമുക്ക് ഈ സ്റ്റിമുലി എങ്ങനെയാണ് ബോഡി റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലേ. റിസപ്റ്റർ കൊണ്ടാണെന്ന് പറഞ്ഞു. റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഹികൾ, അതൊരു പ്രത്യേകതര കോശങ്ങളാണ്. ഗ്രാഹികൾ എന്ന് വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഇപ്പോൾ കണ്ണിലാവട്ടെ, ചെവിയിലാവട്ടെ, നാക്കിലാവട്ടെ, അപ്പോൾ ഉള്ള നമ്മുടെ സെൻസ് ഓർഗൻസിൽ സ്റ്റിമുലി റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ബാക്കിയുള്ള ബോഡി പാർട്സിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തോന്നാണ്? ദിസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലി. ഇതിന് നമ്മൾ എന്തോ പറയും? റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഈ റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? സ്റ്റിമുലിനെ റിസീവ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു. ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഒന്ന് കൂട്ടിയാൽ മതി. ഇമ്പൾസ് എന്താണ്? മെസ്സേജ്. എന്താണ്? ഈ സ്റ്റിമുലെ റിസീവ് ചെയ്തിട്ട്, റിസപ്റ്റേഴ്സ് സ്റ്റിമുലെ റിസീവ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് സന്ദേശങ്ങൾ എത്തിക്കുന്നത്. അതായത് മലയാളത്തിൽ നമ്മൾ ഇമ്പൾസസിന് എന്താണ് പറയുന്നത്? ആവേഗങ്ങളെന്ന് പറയും. അത് നമുക്കിപ്പം പറഞ്ഞില്ലോ, കാലിൽ നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മളൊരു മുള്ളിൽ ചവിട്ടുന്നു, അപ്പം നമുക്ക് കാല് പെട്ടെന്ന് നമ്മൾ മാറ്റുന്നു. കാലിപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരിക്കും, ഇല്ല നമ്മൾ പെട്ടെന്ന് കാല് വലിച്ചു മാറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സംഭവം നമ്മൾ മുള്ളിൽ ചവിട്ടി എന്നുള്ളത് നേരെ തലച്ചോറിലോട്ട് പോകും, നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. അപ്പം ബ്രെയിനിൽ നിന്ന് തിരിച്ച് മെസ്സേജ് ചെല്ലും, ആ കാല് പെട്ടെന്ന് മാറ്റിക്കുമെന്ന് മസിലിൻ്റെ അടുത്ത് മെസ്സേജ് ചെല്ലും. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുന്നത് എങ്ങനെ? ഒരു വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുക അല്ലേ. അതെങ്ങനെയാണ്? ശരീരത്തിൽ നമ്മുടെ അതിലിപ്പം അല്ലാതെ നമ്മളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് വഴിയോ, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ ഇപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്കൂളിൽ പ്രിൻസിപ്പൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും അറിയിക്കണം. എങ്ങനെയാണ് ചെയ്യുന്നത്? നോട്ടീസിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ അത് മെസ്സേജ് അങ്ങോട്ട് എത്തിക്കും അല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ശരീരത്തിൽ അത് സാധ്യമാകുന്നത് നാഡീ സന്ദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ രാസ സന്ദേശങ്ങളിലൂടെയോ ആണ്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഇമ്പൾസസ് എന്ന് പറയുന്നത്. ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് ചിലപ്പം വൈദ്യുത സിഗ്നലുകളോ അല്ലെങ്കിൽ രാസ സിഗ്നലുകളോ ആകാം. മനസ്സിലായോ? ഇപ്പോൾ ഇലക്ട്രിക് ഇമ്പൾസസോ കെമിക്കൽ ഇമ്പൾസസോ ആവാം. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്. ഏതൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്? ആരൊക്കെയാണ്? നമ്മുടെ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, ഇതെല്ലാം ചേരുന്നതാണ് ഏതെന്ന് പറയുന്ന നാഡീ വ്യവസ്ഥ, അതല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ഓൾ ബോഡി ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. നെർവസ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ ബോഡി ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി അതിനകത്ത് വരുന്ന വേറൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയും. ഈ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ. ന്യൂറോണിൻ്റെ വേറൊരു പേരാണ് നെർവ് സെൽ എന്നും പറയും. ഓക്കെ, ന്യൂറോൺ ഓർ നെർവ് സെൽ. അപ്പം ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂറോൺ, അതല്ലെങ്കിൽ നെർവ് സെൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 കോടിയോളം ന്യൂറോണുകളാണ് നമുക്ക് ഉള്ളത്. എത്രയാണ്? 10,000 കോടിയോളം. അതും ഓരോ ന്യൂറോണും 10,000 കണക്കിന് അടുത്ത ന്യൂറോണുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
സിനാപ്സ് വഴി ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓരോ ന്യൂറോണും അടുത്ത 10,000 ന്യൂറോണുമായിട്ട് ഇങ്ങനെ സിനാപ്സ് വഴി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ സിനാപ്സ് എന്താണ്, ന്യൂറോൺ എന്താണ്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ന്യൂറോണിൻ്റെ ഓരോ പാർട്സ് എന്താണെന്ന് നമുക്കിപ്പം നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴേ അതങ്ങ് പഠിച്ചു പോകുക. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ന്യൂറോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ന്യൂറോൺസ് ആർ, ന്യൂറോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സനൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽ. ഏതൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽ. ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഉള്ള പടമാണ്. ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഏതാണ്. അത് നമുക്ക് തന്നേക്കുന്നതാണ്. ഇതിനകത്താണ് സെൽ ബോഡി, ന്യൂക്ലിയസ്, ഷ്വാൻ സെൽ, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സനൈറ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഡെൻഡ്രൈറ്റ് നോക്കാം. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ദാണ്ട് ഈ ഇങ്ങോട്ട് ഇത് പിക്ചർ കാണിച്ചേക്കുന്നില്ലയോ, ഇതാണ് ഡെൻഡ്രോൺ. ദാണ്ട് ഈ ഒരു ശിഖരം, ഇത് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് നേരെ വരുന്ന ഇതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ കൊച്ചു കൊച്ചു ശിഖരങ്ങൾ കണ്ടില്ലയോ. അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. അപ്പം ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നേ, പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റിൻ്റെ ജോലി. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ന്യൂറോണിൻ്റെ കാര്യം. ന്യൂറോൺ എത്രയുണ്ടെന്ന് പറഞ്ഞത് 10,000 കോടിയോളം ഉണ്ടെന്ന് പറഞ്ഞ്. ഈ ന്യൂറോൺ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കൂടി കിടക്കുകയാണ്. എല്ലാം ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ പഠനത്തിന് വേണ്ടി ഒരെണ്ണം ഒരു ന്യൂറോൺ എടുത്ത് കാണിച്ചേക്കുകയാണ് അല്ലേ. 10,000 കോടിയോളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരെണ്ണം എടുത്ത് കാണിച്ചേക്കുകയാണ്. ഇത് കോടി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ദൂരെയാണ് കിടക്കുന്നത് അല്ല. എല്ലാം അടുപ്പിച്ച് അതായത് നമ്മളെ തലച്ചോറ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ എങ്ങനെയാണ്? 10,000 കോടിയോളം ന്യൂറോണുകൾ, ഇത്രയും കോടി ന്യൂറോണുകൾ ചേർന്നിട്ടാണ് എല്ലാം ഇത് ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ് ഇതെല്ലാം ഉണ്ടായേക്കുന്നത്. അപ്പം ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ന്യൂറോൺസ് കിടക്കുകയാണ്. അപ്പോൾ അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന്, അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ്, അതായത് ഇപ്പം കാലിന് മുള്ളി ചവിട്ടി അപ്പം കാല് മാറ്റിക്കോ എന്നുള്ള ആ ഒരു മെസ്സേജ് അവിടുന്ന് അടുത്തുള്ളതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് ആരാന്ന് പറയുന്നത്? ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ്. അതപ്പോൾ എന്താണ് ജോലി എന്ന് പറയുന്നത്? അഡ്ജസൻറ്റ് ന്യൂറോൺ, അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് എന്താണ് അത് റിസീവ് ചെയ്യുന്ന ഇമ്പൾസസ് റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? ഡെൻഡ്രോൺ ആണ്. കണ്ട, ഡെൻഡ്രൈറ്റ് കൊച്ചു ശിഖരം കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഈ വലിയ ബ്രാഞ്ചാണ് എന്താണ്? ഡെൻഡ്രോൺ. അതായത് നമ്മുടെ ഈ സെൽ ബോഡിയിൽ നിന്ന്, ഇതാണ് ഈ വലിയ പാർട്ടാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. സൈറ്റോൺ എന്നും പറയും, സൈറ്റോൺ ഓർ സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഫിലമെൻ്റാണ്, ചെറിയൊരു ഷോർട്ട് ഫിലമെൻ്റാണ് ആര്? നമ്മുടെ ഡെൻഡ്രോൺ. അപ്പോൾ ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ്. സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഷോർട്ട് ഫിലമെൻ്റാണ് ആരെന്ന് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെൻഡ്രോണിൻ്റെ ജോലി എന്താണ്? ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇപ്പം നമുക്ക് മെസ്സേജ് കിട്ടിയെന്ന് പറയുന്നത് കാല് വലിച്ചു മാറ്റിക്കോ എന്നുള്ളത് അല്ലേ, മെസ്സേജ് ഇമ്പൾസ് വന്നെന്ന് പറയുന്നത്. ഈ ഇമ്പൾസിന്, ഡെൻഡ്രൈറ്റിൽ നിന്ന് വന്ന ഈ ഇമ്പൾസിന് നേരെ ഈ സെൽ ബോഡിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ജോലിയാണ് ആർക്ക്? നമ്മുടെ ഡെൻഡ്രോണിനുള്ളത്. ഇവിടുന്ന് വന്ന മെസ്സേജ് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്നുള്ള ജോലിയാണ് ആർക്ക്? നമ്മുടെ ഡെൻഡ്രോണിനുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഡെൻഡ്രോൺ എന്താണ്? ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻറ്റ്. അതേ കണക്ക് ഇതിൻ്റെ ജോലി ഡെൻഡ്രൈറ്റിൽ നിന്ന് വന്ന ഇമ്പൾസിനെ നേരെ സെൽ ബോഡിയിലോട്ട് എത്തിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഇത് പറഞ്ഞില്ലയോ, ഇതാണ് സെൽ ബോഡി എന്ന് പറഞ്ഞ്. ഈ സെൽ ബോഡിയുടെ നടുക്കായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. നമ്മളെ ന്യൂറോൺ, ഇത് സെല്ലാണെന്ന് പറഞ്ഞത്, ഒരു സെല്ലാണ്, നെർവ് സെല്ല് ഓർ ന്യൂറോൺ ഓർ നെർവ് സെല്ല്. അപ്പോൾ സെല്ലിനൊക്കെ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ സെൻട്രിൽ കാണുന്ന വട്ടമാണ് എന്തോന്ന്? ന്യൂക്ലിയസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏത് നോക്കാം? ആക്സോണിലോട്ട് പോവാം. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ആര്? ആക്സോൺ. അപ്പം സെൽ ബോഡിയിൽ നിന്ന് പോയ ഷോർട്ട് ഫിലമെൻ്റ് ആരാണ്? ഡെൻഡ്രോൺ. ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആക്സോൺ. ഇതാ ഈ നീളത്തിൽ കിടക്കുന്ന ട്യൂബ് കണ്ടോ, ഈ ഫിലമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആക്സോൺ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഷോർട്ട് ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഡെൻഡ്രൈറ്റ്. സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോൺ. ഓക്കെ, ഇനി നമ്മൾ പറയാം ഈ ആക്സോണിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ ബോഡിയിൽ നിന്ന്
ഇമ്പൾസിനെ, ഇപ്പം നമ്മുടെ സെൽ ബോഡിയിലോട്ട് ഇമ്പൾസ് വന്ന് ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരെ അഡ്ജസ്റ്റൻ്റ് അടുത്ത ന്യൂറോണിൽ നിന്ന് ഡെൻഡ്രൈറ്റിന് ഇമ്പൾസ് കിട്ടി, ആ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ വഴി നേരെ സെൽ ബോഡിയിലോട്ട് ഇമ്പൾസ് കിട്ടി, ആ ഇമ്പൾസിനെ അങ്ങോട്ട് അടുത്തതിലോട്ട് എത്തിക്കണ്ടേ. അപ്പോൾ ആ ഇമ്പൾസിനെ എവിടുന്ന് സെൽ ബോഡിയിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് പുറത്തോട്ട് കൊണ്ടുപോവുക എന്നുള്ള ജോലിയാണ് ആർക്ക്, നമ്മുടെ ആക്സോണിനുള്ളത്. ആക്സോൺ അപ്പോൾ എന്താണ്, സെൽ ബോഡിയിൽ നിന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ്. ഇതിൻ്റെ ജോലി എന്താണ്, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആക്സോണൈറ്റ് ആണ് അല്ലേ. ഈ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ് ആണെങ്കിൽ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ഏതാണ്, ആക്സോണൈറ്റ് ആണ്. ഡെൻഡ്രോണിൻ്റെത് ഡെൻഡ്രൈറ്റ് ആണെങ്കിൽ ആക്സോണിൻ്റെത് ആക്സോണൈറ്റ്. കണ്ടോ, ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചാണ് ആക്സോണൈറ്റ്. കണ്ടോ, ബ്രാഞ്ചായിട്ട് കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ ജോലി എന്തോ, ഇപ്പം എന്താണ്ട് ഇവിടുന്ന് ഔട്ട്സൈഡിലോട്ട് നമ്മൾ ഇമ്പൾസിനെ കൊണ്ടുവന്ന് ഈ ഇമ്പൾസിനെ നേരെ അടുത്ത സിനാപ്റ്റിക് നോബിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആരുടെ ജോലി, നമ്മുടെ ആക്സോണൈറ്റിൻ്റെ ജോലി. അപ്പോൾ ക്യാരി ഇപ്പോൾ ഈ ഒരു ഇമ്പൾസ് എവിടെ നിന്നൊക്കെ വന്നെന്ന് നോക്കണം, അടുത്തുള്ള അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഡെൻഡ്രൈറ്റിലോട്ട് കയറി ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരെ ഡെൻഡ്രോണ് വഴി സെൽ ബോഡിയിലെത്തി, സെൽ ബോഡിയിൽ നിന്ന് നേരെ ആക്സോണിലോട്ട് വന്ന് ആക്സോണിൽ നിന്ന് നേരെ ആക്സോണൈറ്റിലോട്ട് വന്ന് ആ ആക്സോണൈറ്റിൽ നിന്ന് നേരെ എങ്ങോട്ട് കൊണ്ടുവന്നത്, സിനാപ്റ്റിക് നോബിലോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മുടെ സിനാപ്റ്റിക് നോബിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഈ ആക്സോണൈറ്റിൻ്റെ ടിപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൊച്ചു ഒരു ബിന്ദു പോയിൻ്റായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ, അതാണ് എന്ത്, സിനാപ്റ്റിക് നോബ്, ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പാണ് ആര്, നമ്മുടെ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ രണ്ട് കെമിക്കൽസ് ഉണ്ട്. സംഭവം ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ശ്രവിക്കുക എന്നുള്ള ജോലിയാണ് നമ്മുടെ സിനാപ്റ്റിക് നോബിലുള്ളത്. മനസ്സിലായോ. അതായത് ഈ ഉള്ള രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, ഓർത്തു വെച്ചോ. ഏതാണ്, അസറ്റൈൽ കോളിനും ഡോപ്പമിനുമാണ് ആ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. എന്താണ് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് പറഞ്ഞത്, അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമിൻ. ആ രണ്ടെണ്ണം ഓർത്ത് വെച്ചേക്കണം, ഡോപ്പമിൻ ആൻഡ് അസറ്റൈൽ കോളിൻ. ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ഇപ്പം നമുക്ക് വന്ന ഈ ഇമ്പൾസിനെ അടുത്ത സെല്ലിലോട്ട് സിനാപ്റ്റിക് ലെഫ്റ്റ് വഴി എത്തിക്കുക എന്നുള്ള ജോലിയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനുള്ളത്. ഈ മെസ്സേജ് വരുമ്പോൾ, ഇമ്പൾസ് വരുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും, ഇതിനകത്തുള്ളത് ഇതങ്ങ് പൊട്ടി അടുത്തതിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിനും ഡോപ്പമീനും കൂടി അടുത്തതിലോട്ട് ചെല്ലുമ്പോൾ അടുത്ത ന്യൂറോണിൽ തട്ടുക, നേരെ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് അടുത്തതിലോട്ട് നടക്കുക. ഇതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദയവായിട്ടൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറയാം, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത്.